ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഇന്ന് ശിവരാത്രിയെക്കുറിച്ചുള്ള 2 ഐതിഹ്യങ്ങൾ വളരെ ചുരുക്കി പറയാം. ഒരിക്കൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും തമ്മിലൊരു തർക്കം ഉണ്ടാവുകയാണ്. ആർക്കാണ് കൂടുതൽ മഹത്വം എന്നുള്ളത്. അപ്പോൾ തർക്കിച്ച് ഒടുവിൽ രണ്ടുപേരും യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുന്നിലൊരു വലിയ സ്തംഭം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ സ്തംഭത്തിൻ്റെ ആദിയോ അന്തമോ ഒന്നും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. യുദ്ധം നിർത്തിയിട്ട് ഇവരൊരു തീരുമാനത്തിലെത്തുന്നു. ഈ സ്തംഭത്തിൻ്റെ ആദിയും അന്തവും കണ്ടുപിടിക്കുന്നവരാണ് കൂടുതൽ മഹത്വമേറിയവർ എന്ന്. അങ്ങനെ മഹാവിഷ്ണു ഭഗവാൻ ഒരു പന്നിയുടെ രൂപമെടുത്ത് താഴ്ഭാഗത്തേക്ക് പോവുകയും ബ്രഹ്മദേവൻ ഒരു ഹംസത്തിൻ്റെ രൂപമെടുത്തിട്ട് സ്തംഭത്തിൻ്റെ മുകൾ ഭാഗം കണ്ടുപിടിക്കാനായിട്ട് മേലേക്കും പോകുന്നു. അങ്ങനെ ഇവർ കാലങ്ങളോളം ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മഹാവിഷ്ണു ഭഗവാൻ ഒടുവിൽ തിരിച്ചു വന്നത് സാധ്യമല്ല എന്ന് മനസ്സിലായി അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ ബ്രഹ്മദേവൻ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് മുകളിൽ നിന്നൊരു കൈതപ്പൂ താഴേക്ക് വരികയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ആ കൈതപ്പൂവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ കൈതപ്പൂ പറഞ്ഞു, ഞാൻ ഈ സ്തംഭത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് വരുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നീ എനിക്കൊരു സഹായം ചെയ്യാമോ? ഞാൻ ഈ സ്തംഭത്തിൻ്റെ അഗ്രഭാഗം കണ്ടു എന്ന് നീ ഒരു കള്ളം പറയണം എന്ന് രണ്ടുപേരും കൂടി ചട്ടം കെട്ടിയിട്ട് മഹാവിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. മഹാവിഷ്ണു ഭഗവാനോട് പറയുന്നു, ഞാൻ ഈ സ്തംഭത്തിൻ്റെ അഗ്രഭാഗം കണ്ടുപിടിച്ചു, അവിടെ നിന്ന് കിട്ടിയ പുഷ്പമാണിത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് വരെ ബ്രഹ്മാവിന് 5 തലയുണ്ടായിരുന്നു എന്നാണ്. അതിൽ മേളിലേക്കുള്ളൊരു തലയെ മഹാദേവൻ നുള്ളിക്കളഞ്ഞു എന്നതാണ് ഐതിഹ്യം. പിന്നീട് ആ സ്തംഭം ചെറുതായി ഒരു ശിവലിംഗ രൂപമായി മാറുന്നു. ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ശിവരാത്രി ആഘോഷിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പാലാഴി മദന സമയത്ത് ഹലാഹല വിഷം പുറപ്പെടുകയും ലോക സംരക്ഷണാർത്ഥം ഭഗവാൻ മഹാദേവൻ ആ വിഷത്തെ പാനം ചെയ്യുകയും അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തതൊക്കെ വളരെ പ്രസിദ്ധമായ കഥയാണ്. ആ സമയത്ത് മറ്റു ദേവന്മാരെല്ലാവരും കൂടെ ഭഗവാനെ ഉറക്കമിളച്ചിരുന്ന് മഹാദേവനെ സ്തുതിച്ചു എന്നുള്ളതാണ്. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ശിവരാത്രി ആഘോഷിക്കുന്നത്. 2026 ഫെബ്രുവരി 15 ഈ വർഷത്തെ ശിവരാത്രി. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി വ്രതമെടുക്കാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും അതുവഴി മഹാദേവൻ്റെ അനുഗ്രഹം നേടാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.